യുക്രൈൻ റഷ്യ സംഘർഷത്തിനിടെ റഷ്യയുമായി വ്യാപാര ബന്ധം തുടർന്നുവെന്ന കാരണത്താൽ ഇന്ത്യയെ ലക്ഷ്യം വെക്കരുത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പോളണ്ടിനെതിരെയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത് പോളണ്ട് നിർത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. പോളണ്ടിനോട് വിഷയത്തിൽ ശക്തമായ ആശങ്കകൾ ഉന്നയിച്ച ജയശങ്കർ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് നേരിട്ടോ അല്ലാതെയോ പിന്തുണ നൽകുന്നതിനെതിരെയും കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പോളിഷ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ രാഡോസ്ലാവ് സിക്കോസ്കിയുമായുള്ള ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ജയശങ്കർ ഇന്ത്യയുടെ ഈ ആശങ്കകളും ഉന്നയിച്ചത്. കൂടിക്കാഴ്ചയ്ക്കിടെ ഇന്ത്യ, പോളണ്ട് രാജ്യങ്ങൾ തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം വികസിപ്പിക്കുന്നതിന് ഇരു രാജ്യങ്ങളും താൽപര്യവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2024 ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോളണ്ട് സന്ദർശന വേളയിലാണ് തന്ത്രപരമായ പങ്കാളിത്തത്തിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായത്. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ നവീകരണം എന്നിവയിൽ ആഴത്തിലുള്ള സഹകരണമാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. ഊർജം, എണ്ണ എന്നീ പരമ്പരാഗത മേഖലകൾക്കപ്പുറം ഇന്ത്യയുമായുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ വിപുലീകരിക്കാൻ റഷ്യ ഇപ്പോൾ ഒരുങ്ങുന്നുണ്ട് എന്നത് വാസ്തവമാണ്. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ കമ്പനികളുമായി സഹകരിച്ച് വിവിധ വ്യാവസായിക മേഖലകളിൽ സംയുക്ത സംരംഭങ്ങൾ സ്ഥാപിക്കാനാണ് റഷ്യയുടെ നീക്കം. എഞ്ചിനീയറിംഗ്, കപ്പൽ നിർമ്മാണം, IT, പുനരുപയോഗ ഊർജം, എണ്ണ ശുദ്ധീകരണം, ലോഹശാസ്ത്രം തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിലെ ഉൽപാദനം മേക്ക് ഇൻ ഇന്ത്യ മാതൃകയിൽ പ്രാദേശികവൽക്കരിക്കുന്നതിനായി പ്രമുഖ റഷ്യൻ സ്ഥാപനങ്ങൾ ഇന്ത്യൻ പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തിവരികയാണെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ നടന്ന ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ സാമ്പത്തിക സഹകരണത്തിന് നൽകിയ പ്രത്യേക ഊന്നലാണ് ഈ പുതിയ നീക്കങ്ങൾക്ക് പ്രധാന ആധാരമായത്. റഷ്യയുടെ വിദേശ സാമ്പത്തിക അജണ്ടയിൽ ഇന്ത്യക്ക് ഇപ്പോഴും പ്രഥമ പരിഗണനയാണ് ഉള്ളതെന്ന് ഇന്ത്യയിലെ റഷ്യൻ വ്യാപാര പ്രതിനിധി ആൻഡ്രി സോബലെ പ്രസ്താവിച്ചിരുന്നു. റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചത്. ഊർജം, പ്രകൃതി വിഭവങ്ങൾ എന്നീ മേഖലകൾക്ക് പുറമെ വൈവിധ്യമാർന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ വിനിമയം വർദ്ധിപ്പിച്ചുകൊണ്ട് ഉഭയകക്ഷി വ്യാപാരം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇരു രാജ്യങ്ങളും നിലവിൽ ലക്ഷ്യമിടുന്നത്. റഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ ചരക്ക് സേവന കയറ്റുമതി മൂല്യം $10 ബില്യൺ ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ ഡയറക്ടർ ജനറലും സിഇഒയുമായ അജയ് സാഹയും വ്യക്തമാക്കിയിരുന്നു. നിലവിലെ കയറ്റുമതി മൂല്യം ഇരട്ടിയാക്കാനാണ് ഇന്ത്യ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതേസമയം റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ അസ്വസ്ഥനാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളെ ഉയർന്ന താരിഫുകൾ അടക്കമുള്ള ഉപരോധങ്ങൾ ചുമത്തിയാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ നേരിടുന്നത്. ഈ പശ്ചാത്തലത്തിൽ USനെ വലിയ തോതിൽ പിണക്കുന്ന നിലപാടുകൾ ഇന്ത്യ സ്വീകരിക്കുമോ എന്നതും സംശയമാണ്. എന്നാൽ ഉപരോധങ്ങളുടെയും ആഗോള രാഷ്ട്രീയ മാറ്റങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇന്ത്യയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ദൃഢമാക്കാനുള്ള നീക്കങ്ങളിലാണ് റഷ്യ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.